ലോകകപ്പ് വിളിപ്പാടകലെ എത്തി നിൽക്കുമ്പോൾ ഫുട്ബോളിനെ എക്കാലത്തും നെഞ്ചേറ്റി നടക്കുന്ന കേരളത്തിലെ, പ്രത്യേകിച്ച് മലബാറിൽ, നാടും നാട്ടിൻപുറങ്ങളും ഈ ലഹരിയിൽ ഫുട്ബോളിനെ വാനോളം ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുടെ, അവരിഷ്ടപ്പെടുന്ന കളിക്കാരുടെ, ടീമിൻ്റെ ഫ്ലക്സുകളും ബാനറുകളും കൊടികളും റോഡരികിൽ സ്ഥാപിക്കുന്ന തിരക്കിലാണിവർ. ലോക ഫുട്ബോൾ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ഈ ദിവസങ്ങൾക്ക് വേണ്ടി. ഇനി ദിവസങ്ങൾ മാത്രമാണ് വേൾഡ് കപ്പിനായി നമുക്ക് മുന്നിലുള്ളത്. ജൂൺ 12-ാം തീയതി മത്സരങ്ങളെല്ലാം നമ്മുടെ മുന്നിലെത്തുകയാണ്. ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്ന വീറും വാശിയും നിറഞ്ഞ പോരാട്ടം ഏതൊക്കെയായിരിക്കും? മത്സരങ്ങൾ കാണാനുള്ള ആകാംക്ഷയിലാണ് നിലവിൽ ആരാധകരുള്ളത്. 48 ടീമുകൾ, 104 മത്സരങ്ങൾ, 12 ഗ്രൂപ്പുകൾ, 16 വെന്യൂകൾ. ഇതാണ് 2026 ലോകകപ്പ് സമവാക്യം. US, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ മത്സരത്തിന് ജൂൺ 11-ന് തുടക്കം കുറിക്കുകയാണ്. ഉദ്ഘാടന മത്സരങ്ങൾ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ജൂലൈ 19-ന് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയത്തിൽ കലാശിക്കും. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ കാൽപന്തിൻ്റെ പൂരം ഇത്തവണ എത്തുന്നത് ഒരുപാട് പ്രത്യേകതകളോടെയാണ്. 1930-ൽ ടൂർണമെൻറ്റ് ആരംഭിച്ച ശേഷം ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്നു എന്നതാണ് ഈ ലോകകപ്പിൻ്റെ പ്രത്യേകത. ഈ മത്സരങ്ങളിൽ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു 10 മത്സരങ്ങളുണ്ട്. ആ മത്സരങ്ങൾ കാണേണ്ടതിൻ്റെ പ്രത്യേകത, അതിൻ്റെ വിലയിരുത്തലുകളും നമുക്കൊന്ന് കണ്ടു നോക്കാം. വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കപ്പുറം ലോക ഫുട്ബോളിൻ്റെ മാമാങ്കത്തിന് മെക്സിക്കോയിൽ തുടക്കമാവുകയാണ്. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട 10 കളികൾ, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതെ കാണേണ്ട 10 കളികളാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ശരിക്കും ഉദ്ഘാടന മത്സരം മെക്സിക്കോ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക നമ്മൾ എന്തായാലും കാണും, അങ്ങനെയാണല്ലോ. അതിനിപ്പോൾ ഏത് ടീം കളിച്ചാലും ഉദ്ഘാടന മത്സരം നമ്മൾ കണ്ടിരിക്കും. അത് ജൂൺ 12 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30. പിന്നെ റൗണ്ട് ഓഫ് 32, അതുപോലെ റൗണ്ട് ഓഫ് 16, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ, അതിൽ ഏതൊക്കെ കളിയാണ് ഇൻട്രസ്റ്റിംഗ് ആവുക എന്നുള്ളത് ആ ഗ്രൂപ്പ് സ്റ്റേജ് മുന്നോട്ട് പോയാലേ ഇപ്പോൾ പറയാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നു. നമ്മുടെ മുന്നിലുള്ള ഫിക്സർ അത് ഗ്രൂപ്പ് സ്റ്റേജിൻ്റെ ഫിക്സറാണ്. അതിൽ നമ്മൾ മിസ് ചെയ്യാതെ കാണേണ്ട ചില കളികളുണ്ട്. ബ്രസീലിൻ്റെ ഫാന് ബ്രസീലിൻ്റെ എല്ലാ കളികളും കാണും, അവനത് മിസ് ചെയ്യില്ല. അർജന്റീനയുടെ ഫാന് അവരുടെ എല്ലാ കളിയും കാണും. ഫ്രാൻസിൻ്റെ ഫാന്, സ്പെയിനിൻ്റെ ഫാന്, പോർച്ചുഗലിൻ്റെ ഫാനൊക്കെ അങ്ങനെ തന്നെ. അതല്ല പറയുന്നത്, ഫാനിസം വെച്ചിട്ടല്ല, അല്ലാതെ പൊതുവെ കളി കാണാനിരിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും കാണേണ്ട കളികൾ. 1, ജൂൺ 14-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 AM നടക്കുന്ന ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മത്സരം. അത് നഷ്ടപ്പെടുത്തരുത്. ഒരു സൂപ്പർ പോരാട്ടമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം മൊറോക്കോ കഴിഞ്ഞ വേൾഡ് കപ്പിൽ സെമി കളിച്ചു എന്ന് മാത്രമല്ല, യൂത്ത് വേൾഡ് കപ്പിൽ കിരീടം ചൂടുന്നു. അവരുടെ ടാലൻറ്റ് ഫാക്ടറി ഒരുപാട് ടാലൻറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നർത്ഥം. ഫുട്ബോളിൽ വലിയ വളർച്ച അവരുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ തെളിവ് ഈ കളിയിൽ നമ്മൾ കാണും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ജൂൺ 14-ന് പുലർച്ചെ 3:30 AM കളി. തൊട്ടടുത്ത ദിവസം ജൂൺ 15-ന് പുലർച്ചെ 1:30 AM നെതർലൻഡ്സും ജപ്പാനും തമ്മിലൊരു കളിയുണ്ട്. അതായത് ഓറഞ്ച് വസന്തം തീർക്കും നെതർലൻഡ്സ് എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ആരാധകരുണ്ടാകും. എന്നാൽ അങ്ങനെയല്ല, ജപ്പാൻ ഒട്ടും മോശമല്ല. ഏഷ്യൻ ശക്തികളായ ജപ്പാൻ ഈ വേൾഡ് കപ്പിൽ എന്ത് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൂചന ഈ കളിയിൽ തന്നെ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജൂൺ 16-ന് പുലർച്ചെ 12:30 നമ്മൾ മിസ് ചെയ്യേണ്ടാത്ത അടുത്ത കളി. അത് തീർച്ചയായിട്ടും ബെൽജിയവും ഈജിപ്തും തമ്മിലുള്ള കളിയാണ്. ബെൽജിയം സൂപ്പർ താരങ്ങളുമായിട്ട് വരുന്നു. കെവിൻ ഡി ബ്രൂയനെ, ലുക്കാക്കു പോലുള്ള താരങ്ങൾ, അതുപോലെ ഇപ്പോൾ മിന്നിക്കത്തുന്ന ഡോക്കു, ഇങ്ങനെയൊക്കെയുള്ള താരങ്ങളെയും കൊണ്ടാണ് അവർ വരുന്നത്. മറുഭാഗത്ത് ഒമർ മൊർമോഷും അതുപോലെ തന്നെ മോസലായും ഒക്കെ അണിനിരക്കുമ്പോൾ ആഫ്രിക്കൻ കരുത്തരായിട്ടുള്ള ഈജിപ്ത് മികച്ച പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ വേൾഡ് കപ്പിൽ ഒരു കളിയും ജയിക്കാത്ത ടീമാണ് ഈജിപ്ത്. പക്ഷേ ഇത്തവണ അത് മാറും എന്ന് തന്നെ കരുതാം. മികച്ചൊരു പോരാട്ടം നമ്മളൊന്ന് പ്രതീക്ഷിക്കും. ജൂൺ 17-ന് പുലർച്ചെ 12:30 നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുതാത്തൊരു കളിയുണ്ട്. ഫ്രാൻസ് വേഴ്സസ് സെനഗൽ. പല കാരണങ്ങൾ കൊണ്ട്, ഫുട്ബോളിൻ്റെ കാരണങ്ങൾ കൊണ്ടും അതിനപ്പുറത്തുള്ള കാരണങ്ങൾ കൊണ്ടും ഈ കളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മികച്ച താരങ്ങൾ സെനഗലിനുണ്ട്. ഫ്രാൻസിൻ്റെ സ്കോഡിൻ്റെ കപ്പാസിറ്റി പിന്നെ പറയേണ്ടതില്ലല്ലോ. പിന്നെ നീണ്ടകാലം ഫ്രാൻസിൻ്റെ ആധിപത്യത്തിൽ കഴിഞ്ഞൊരു രാജ്യം സെനഗൽ. അവർ ഫ്രാൻസിനെ നേരിടുമ്പോൾ അതിന് മറ്റ് തലത്തിലുള്ള അർത്ഥങ്ങളുമുണ്ട്. അതായത് ഇതൊരു നല്ല പോരാട്ടമായിരിക്കും. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കളിയാണ് ജൂൺ 17-ന് പുലർച്ചെ 12:30 നടക്കുന്ന ഫ്രാൻസ് വേഴ്സസ് സെനഗൽ പോരാട്ടം. ജൂൺ 18-ന് പുലർച്ചെ 1:30 അടുത്ത കളി. ഇത് യൂറോപ്യൻ വമ്പന്മാരുടെ കളിയാണ്. ജൂൺ 18-ന് പുലർച്ചെ 1:30 ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അത് പല സുഹൃത്തുക്കളും വളരെ ആകാംക്ഷയോടുകൂടി നോക്കുന്ന ഒരു കളിയായിരിക്കും.
കാരണം ഈ കളിയിൽ ആര് മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ ഒരു സൂചന നമുക്ക് ലഭിക്കും. ആ ഗ്രൂപ്പിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന ഒരു കളിയായിരിക്കും അത്. ഇംഗ്ലണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി വമ്പൻ താരനിരയുമായിട്ട് വരുന്ന മറുഭാഗത്ത് ലൂക്ക മോഡ്രിച്ചിൻ്റെ അവസാന വേൾഡ് കപ്പാണ്. ആ ഒരു സെന്റിമെന്റ്സിൽ മികച്ച പ്രകടനം നടത്താൻ ക്രൊയേഷ്യയും തയ്യാറാവും. സമീപകാലത്തെ വേൾഡ് കപ്പുകളിൽ മികച്ച പ്രകടനം നടത്തിയ രണ്ട് ടീമുകൾ തമ്മിലാണ് കളി എന്ന കാര്യം മറക്കേണ്ട. അതൊരു കണ്ണിന് അഴകാർന്ന കളിയാകും, ഒരു തീപ്പൊരി കളിയാകുന്ന പ്രതീക്ഷയാണ്. ജൂൺ 22-നാണ് അടുത്ത കളി. ജൂൺ 22-ന് 10:30 PM രാത്രി 10:30 അർജന്റീന ഓസ്ട്രിയയുമായിട്ട് കളിക്കും. ഒരു പക്ഷേ ഈ ഗ്രൂപ്പിൽ അർജന്റീനയ്ക്ക് എന്തെങ്കിലും വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ള ഒരു ടീം ഓസ്ട്രിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ് ചെയ്യരുത്. അർജന്റീനയ്ക്ക് ശരിക്കും ഒരു ടെസ്റ്റ് ആയിരിക്കും ഈ പോരാട്ടം. പിന്നെ ജൂൺ 26-ന് പുലർച്ചെ 1:30 കളി. അത് ജർമ്മനിയും ഇക്വഡോറും തമ്മിലാണ്. കഴിഞ്ഞ രണ്ട് വേൾഡ് കപ്പുകളിലും ഗ്രൂപ്പ് സ്റ്റേജ് മറികടക്കാൻ ബുദ്ധിമുട്ടിയ ജർമ്മനി പക്ഷേ ഇത്തവണ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സൂപ്പർ താരങ്ങളുമായിട്ട് വരുന്ന ജൂലിയൻ നഗൽസ്മാൻ. മറുഭാഗത്ത് ഇക്വഡോറാണ്. അവരുടെ യുവതാരനിര കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ വിസ്മയിപ്പിച്ചതാണ്. അവരൊന്നുകൂടി മികവിലേക്ക് എത്തിയിട്ട് ഈ വേൾഡ് കപ്പിൽ അവരതിൻ്റെ റിസൾട്ട് കാണിക്കും. അങ്ങനെയെങ്കിൽ ജർമ്മനിയെ നേരെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാനുള്ള എല്ലാ സാധ്യതയും ആ കളിയിൽ ഞാൻ കാണുന്നു. ജൂൺ 27-ന് പുലർച്ചെ 12:30 സൂപ്പർ പോരാട്ടം. രണ്ട് വമ്പൻ സ്ട്രൈക്കർമാർ. ലോക ഫുട്ബോളിൽ നിന്ന് ഗോളടിയിൽ ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്ന രണ്ട് സ്ട്രൈക്കർമാരുടെ പോരാട്ടം. ഫ്രാൻസ് വേഴ്സസ് നോർവേ. മറക്കാതിരുന്ന് കാണേണ്ട കളിയാണത്. ജൂൺ 27 പുലർച്ചെ 12:30 ഫ്രാൻസ് വേഴ്സസ് നോർവേ. അന്നേ ദിവസം പുലർച്ചെ 5:30 AM സ്പെയിൻ ഉറുഗ്വായുമായിട്ട് കളിക്കും. വാവ് അത് ആ ഗ്രൂപ്പിലെ ഒരു തീപ്പൊരി കളിയായിരിക്കും. ഉറുഗ്വായ് ബിയൽസയുടെ തന്ത്രങ്ങൾക്കനുസരിച്ച് സൂപ്പർ താരങ്ങൾ അണിനിരത്തിക്കൊണ്ട് ലാറ്റിൻ അമേരിക്കൻ കരുത്തുമായിട്ട് ഉറുഗ്വായ് മറുഭാഗത്ത് ഈ വേൾഡ് കപ്പ് നേടിയ അടങ്ങൂ എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ സ്പെയിനും നിൽക്കുമ്പോൾ ഒരു സൂപ്പർ പോരാട്ടം ജൂൺ 27 പുലർച്ചെ 5:30. ജൂൺ 28 പുലർച്ചെ 5 മണിക്ക് കൊളംബിയയും പോർച്ചുഗലും തമ്മിലുള്ള കളി. വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ നേരിടാൻ പോകുന്ന ഏറ്റവും കടുത്ത വെല്ലുവിളിയാണിത്. കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ. മിസ് ചെയ്യാതെ നമ്മൾ കാണേണ്ട അടുത്ത കളിയാണ്. സോ ഈ 10 കളികൾ ഗ്രൂപ്പ് സ്റ്റേജിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യും.